السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وكفى والصلاة والسلام على خير خلقه رسول صلى الله عليه وسلم وعلى آله وصحبه وشرفائه. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. എല്ലാവർക്കും അറിയാം, നമുക്കതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാം, എല്ലാം അറിയാം. നമ്മളത് പറയാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഗൂഗിൾ മീറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ ഗൗരവവും അറിയാം. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ജീവിതത്തിൽ തീരെ ഒരു എന്താ പറയാ, നമുക്കൊരു നടപ്പില് വരുത്താൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ പരദൂഷണം എന്നുള്ളത് അല്ലെ. ഈ പരദൂഷണത്തില് പെടാത്ത ഒരാളും ഇല്ല സത്യത്തില്. നമ്മൾ പറയുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും അല്ലെ. അതുപോലത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇന്ന് ഞാൻ ഇത് പറയുന്നതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാവും അതിന്റെ എത്രത്തോളം അതിന് ഗൗരവം ഉണ്ട് എന്നുള്ളത്. പല പ്രാവശ്യവും പല ക്ലാസ്സിലും നമ്മൾ കേട്ട കാര്യം തന്നെയാ, പല ആൾക്കാരും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അതല്ലാതെ തന്നെ നമ്മൾ കുറെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവാം. നമുക്കതിന്റെ ഖുറാന്റെ വാക്യങ്ങൾ അറിയാം, ഹദീസുകൾ അറിയാം, ഓരോന്നും അറിയാം. എന്നിട്ട് നമുക്കെന്താ പക്ഷെങ്കില് അതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. എന്താന്ന് വെച്ചാല് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രഹസ്യ ജീവിതം, നമ്മളെ പരസ്യ ജീവിതത്തെക്കാളും സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം രഹസ്യ ജീവിതം നമ്മൾ സൂക്ഷ്മതയോട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പരസ്യ ജീവിതത്തില് എല്ലാവരും മുമ്പൊന്നും ഭയങ്കര മുത്തക്കിയായിട്ടും ഭയങ്കര ആബിദായിട്ടും നല്ലൊരു ആലിമായിട്ടും നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ സത്യത്തില് അതെല്ലാം ഒരു റിയായിൽപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളില് നമുക്കൊരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, പരദൂഷണം എന്ന് മാത്രമല്ല പലതും ഉണ്ട്. നമ്മൾ ആരും അറിയാതെ 4 ചുമരുകൾക്കിടയിൽ ചെയ്യുന്നതും 2 ആളുകൾ തമ്മിലിടയിൽ ചെയ്യുന്നതും പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മുടെ രഹസ്യ ജീവിതമാണ് അല്ലെ. ആ രഹസ്യ ജീവിതം നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം രഹസ്യ ജീവിതം നന്നാക്കുന്നതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക. ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല, ഞാൻ എന്നോടും കൂടിയും പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഇന്ന് ഈ വിഷയം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച്, പഠിച്ചോനെ എനിക്കിത് പറയാനുള്ള അർഹത ഉണ്ടോ? ഞാൻ ആദ്യം ചിന്തിച്ച കാര്യത, എനിക്കിത് പറയാനുള്ള അർഹത ഉണ്ടോ, എന്നാലല്ലേ ഞാനിത് പറയേണ്ടൂ. പിന്നെ ഞാൻ ആലോചിച്ച് ചിലപ്പോ ഇത് പറഞ്ഞതിനെ കൊണ്ട് എനിക്ക് എന്റെ മേലെ ഇത് നിർബന്ധമായി, ഇത് ഞാൻ ചെയ്തേ പറ്റൂ. അൽഹംദുലില്ലാ, ആ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് ഞാനിത് ഇന്ന് ഈ വിഷയം എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഓരോന്നും അറിയാലേ. അള്ളാഹു താല ഓരോരോ പാപത്തിനും എന്തൊക്കെ ശിക്ഷകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ അല്ലെ. അള്ളാഹു നമ്മളെല്ലാരും അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ദുസ്വഭാവമാണ് എന്താണ് ഈ പരദൂഷണം പറയാന്നുള്ളത്. അത് നമുക്ക് മാത്രമല്ല, നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് മാത്രമല്ല, വലിയ നമ്മൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്കും ആലിമീങ്ങൾ എന്ന് പറയുന്നവർക്കും കൂടിയും ഈ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാല് അത് ഇപ്പൊ വിശുദ്ധ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏറ്റവും ഭയങ്കര അതെന്താന്ന് വെച്ചാല് അത് ഏറെ ഒരു ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സൂറത്തുൻ നൂറിലെ 19-ാമത്തെ ആയത്തില് അള്ളാഹു താല പറയുന്നുണ്ട്, ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും ആഗ്രഹിക്കുന്നവർ, ഇൻ തഷ്ബഹുൽ ഫാഹിഷ, ദുർവൃത്തി പ്രചരിപ്പിക്കുവാൻ, ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ. അതായത് വിശ്വാസികൾക്കിടയിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ
ഈ പരദൂഷണം എന്നുള്ളത്. അത് പറയാൻ ആഗ്രഹിക്കുന്നവർ, അത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ട്? ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട്. ഇത് നമ്മള് ഈ പരദൂഷണത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് സത്യത്തില് ഈ പരദൂഷണം നമ്മൾ പറയുന്നത് പരദൂഷണാന്ന് നമ്മൾ അറിയാതെ പറയുന്ന പല പല പരദൂഷണങ്ങളും ഉണ്ട്. നമുക്കറിയില്ല അത് ഗീബത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഒന്നുമില്ല, വേറെ ഒരു വർത്താനം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ തന്നെ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ അതിലൊരു പരദൂഷണം വരുന്നുണ്ടോ നോക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഈ പരദൂഷണം എന്ന് പറയുന്നത് നമ്മൾ ആരെ പറ്റി സംസാരിച്ചാലും, നമ്മളിപ്പോ തമ്മിൽ ഞാനും ഒരാളും കൂടി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടിട്ടോ അല്ലെ കുടുംബത്തിലോ എപ്പോ വേണമെങ്കിലും സംസാരിച്ചോ, ആ സംസാരിക്കുന്ന സമയത്ത് മൂന്നാമതൊരാളെ പേര് അവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അവരെ പേര് അവിടെ വരുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നല്ലത് മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അവരെ കുറിച്ചൊരു മോശപ്പെട്ട കാര്യം, കാരണം അവര് ആ സദസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരാളെ പറ്റിയിട്ട് മൂന്നാമതൊരാളെ പറ്റിയിട്ട് നമ്മളൊരു വർത്താനം പറയുന്നേന്ന് വെക്ക്, അപ്പൊ അവർ ആ സദസ്സിലുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവരില്ലാത്തപ്പം പറയാൻ പാടുള്ളൂ. അവര് കേട്ടാല് അവരത് കേൾക്കാൻ പാടില്ല, അവരുള്ളപ്പം നമ്മളത് പറയൂല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യവും അവരില്ലാത്തപ്പോഴും നമ്മൾ പറയാൻ പാടില്ല. എന്താണെന്ന് വെച്ചാല് ഇത് ഈ ഒരു പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പൊ നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഒരു മോശമായിട്ട് പറഞ്ഞു തന്നെ വെക്ക്, നമ്മളൊരാളെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവനും തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലേക്ക് വരും. അള്ളാഹ് അത് വരുത്തിക്കുന്ന പറയുന്നത്. നമ്മളൊരാളെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞു, അവരിപ്പോ ഒരു ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവര് സ്വഭാവം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇടപാടായിക്കോട്ടെ, അവർ എന്ത് ചെയ്താലും അതും അവരും പടച്ചോനും തമ്മിലുള്ള കാര്യമാണ്. നമ്മളത് ബാധിക്കുന്ന ഒരു വിഷയമല്ല, നമ്മളെ ബാധിക്കുന്നുണ്ട് അത്. അവര് മോശമായിട്ട് ഡ്രസ്സ് ചെയ്ത കൊണ്ടോ, അവര് മോശമായിട്ട് ഇടപാട് നടത്തിയതിനെ കൊണ്ടോ, അല്ലെങ്കിൽ അവര് മോശമായിട്ട് ജീവിച്ചതിന്, അതായത് മോശമായിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രീതിയിൽ ഒരാള് ജീവിച്ചതിനെ കൊണ്ട് നമുക്കെന്താ, നമ്മളെങ്ങനെയാണ് അത് ബാധിക്കുന്നത്? എന്നിട്ട് നമ്മളത് പറയും. ഒരാൾ ഡ്രസ്സ് ചെയ്താൽ നമ്മളത് പറയും, നമ്മുടെ ഒരാൾ മോശമായിട്ട് ഒരു ഡീലിംഗ് നടത്തിയാൽ നമ്മളത് പറയും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ ഒരു മൂന്നാമതൊരാളെ കൊണ്ട് ഉള്ളത് പറഞ്ഞാലും, നമ്മൾ പറയുന്നത് ഒരാളെ കൊണ്ട് ഇല്ലാത്തത് പറഞ്ഞാലും നാളെ നമ്മളത് അനുഭവിക്കേണ്ടി വരും, അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ ഒരാളെ കൊണ്ട് ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും രണ്ടും മാത്രല്ലേ, അത് നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാതെ നമ്മൾ ഈ ദുനിയാവ് വിട്ടു പോവില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ, ഇതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അത് നമ്മളെ കുടുംബത്തിലേക്ക് വന്ന് നമ്മൾ അനുഭവിച്ചു തന്നെ വെക്ക്, എന്നിട്ട് തീർന്ന അത് ഇവിടെയും തീരുന്നില്ല. അള്ളാഹു ബാക്കി പരലോകത്തേക്കും കൂടി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും ഒന്നുമല്ലാതായി പോകുന്നൊരവസ്ഥ. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, എന്താ പറയുന്നേ? അള്ളാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നു, നിങ്ങളത് അറിയുന്നില്ല. എന്താണ് അള്ളാഹ് അറിയുന്നത്? അള്ളാഹ്ക്ക് എന്താ അറിയുന്നത്? ഇതിന്റെ വിപത്തിനെ റബ്ബിനെ അറിയാം. നിങ്ങൾ ഒരു പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താന്നുള്ളത് റബ്ബിന് അറിയാം. എന്നിട്ട് ആ പടച്ചൂനാണ് നമ്മളോട് ഖുറാനിൽ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മോശം, അതായത് നിങ്ങൾ ദുഷിച്ചത് പ്രചരിപ്പിക്കരുത് എന്ന് ആ റബ്ബ പറയുന്നത്. എന്നിട്ട് നമ്മളത് കേൾക്കുന്നുണ്ടോ? ഒരിക്കല് ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ നമ്മളൊരു മോശമായ വാക്കുകൾ നമ്മൾ പറയരുത് എന്ന് പറഞ്ഞപ്പം ഒരു സ്വഹാബി തിരിച്ചു ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്താണ് റസൂലെ ഈ മോശമായ വാക്കുകൾ? അപ്പൊ റസൂൽ എന്താ അതിന് മറുപടി കൊടുത്തത്? മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറയാന്നുള്ളത്. അപ്പൊ എന്നിട്ട് തന്നെ റസൂൽ പിന്നെയും തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അപ്പം പറയുന്നുണ്ട്, ഒരാളെ കൊണ്ട് മോശമായത് പറയാ, അവരിൽ ഉള്ളത് പറയാ, ഇല്ലാത്തത് പറയാന്നല്ല. ഒരാളെ നമ്മൾ മോശമാക്കിയിട്ട് ഒന്ന് താഴ്ത്തി കെട്ടുക എന്നുള്ളത് മാത്രമാണ് ഒരാളെ പറ്റി മോശമായിട്ട് പറയാന്നുള്ളത്. അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. ഈ ഗീബത്ത് പറയാൻ വേണ്ടിയിട്ട്
ഞാൻ ആലോചിച്ചപ്പം എനിക്കിത് കേട്ടപ്പോൾ സത്യമെന്ന് തോന്നി. എന്താണെന്ന് പറയുക, ഈ ഗീബത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാരണങ്ങളുണ്ട്. ഈ 3 കാരണങ്ങൾ മാത്രമാണ് നമ്മളെ കൊണ്ട് ഈ ഗീബത്ത് പറയിപ്പിക്കുന്നത്. ഈ ഗീബത്ത് പറയുന്നതിനെ കൊണ്ട് ഒന്നാമത്തെ കാരണം എന്താണെന്ന് അറിയാം, നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയം. സത്യല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന്, ഒഴിവ് സമയം. നമുക്ക് ഒഴിവ് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഗീബത്ത് പറയും. 2, നമുക്ക് അവരോട് വൈരാഗ്യം ഉണ്ടാകണം. 3, നമുക്ക് അവരോട് അസൂയ ഉണ്ടാകണം. ഈ 3 അല്ലാത്ത വേറെ എന്ത് കാരണമുള്ളത് ഗീബത്ത് പറയാൻ വേണ്ടിയിട്ട്? ഈ 3 പിശാചിന്റെ കളിയാ. ഒഴിവ് സമയം പിശാചിന്റെ കളിയാ, അസൂയയും പിശാചാണ് ഉണ്ടാക്കുന്നത്, വൈരാഗ്യവും പിശാചാണ് ഉണ്ടാക്കുന്നത്. അല്ലേ? നമ്മൾ പറയുന്നില്ലേ ഒഴിവ് സമയം എപ്പോഴും നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവ് സമയമാണ്. കാരണം ഒഴിവ് സമയമാണ്, നമ്മൾ ആ ഫ്രീ ടൈമാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. പല തിന്മകളും ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഒഴിവ് സമയമാണ്. അല്ലെ? നമ്മൾ ഒരു തിരക്കുള്ള ആളൊന്ന് വിളിച്ചു നോക്കി, അവർക്ക് കാര്യം കേൾക്കാൻ പോലും സമയം ഉണ്ടാവില്ല. നമ്മൾ അത്യാവശ്യ കാര്യം ഇപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. അല്ലെ? നമ്മളെ ടീച്ചർമാരുകളുണ്ട് കുറെ. ഈ ടീച്ചർമാരെ വിളിച്ചാൽ എന്താന്നാ പറയാ, മെസ്സേജ് അയച്ചാൽ മതിയെ, വിളിക്കരുത്. എന്തുകൊണ്ട് വിളിക്കേണ്ടതെന്നാണ്, അവർക്ക് നേരമില്ല. മെസ്സേജ് അയക്കുമ്പോൾ അനാവശ്യം ഒരു വർത്താനവും ഇല്ല. നമ്മൾ എന്താ കാര്യം വേണ്ട പറയും, 20 മിനിറ്റിൽ കാര്യം കഴിക്കും. അല്ലെ? അത് അവർക്ക് സമയമില്ലാത്തതുകൊണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ തിരക്കിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹിനെ സ്തുതിക്കേണ്ടത് അള്ളാഹു ആ തിരക്ക് തന്നത് കൊണ്ടാണ്. കാരണം ഈ തിരക്കുള്ള ഒരു വ്യക്തിക്ക്, ഒഴിവില്ലാത്തൊരു വ്യക്തിക്ക് വൈരാഗ്യത്തിന് നേരം ഉണ്ടാവും. കാരണം ആ വൈരാഗ്യമുള്ള ആളെ പറ്റി ചിന്തിക്കാൻ തന്നെ സമയമില്ല. സ്നേഹിക്കുന്നവരെ പറ്റി തന്നെ ചിന്തിക്കാൻ അവിടെ നേരം ഉണ്ടാവില്ല. അവരെ കൂടെയുള്ള ആളെ പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. പിന്നെയല്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റിയിട്ട്. പിന്നെ ഒരാളോട് അസൂയപ്പെടാനും നേരമില്ല. എന്തിനാ അസൂയപ്പെടേണ്ടത്? കാരണം നമുക്ക് തന്നെ ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. നമുക്ക് തന്നെ ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ അസൂയ, ഈ ഒഴിവ് സമയത്തിൽ നിന്നാണ് ഈ വൈരാഗ്യം അസൂയ വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോയിട്ട് ചെയ്യണം. അല്ലെ? അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒഴിവ് സമയം ഉണ്ടാവണ്ടേ? എന്നാലല്ലേ നമ്മൾ പോയിട്ട് വേണ്ടാത്തത് എന്തെങ്കിലും വൈരാഗ്യം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ. അപ്പോ നമ്മൾ ഈ പരദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും രണ്ടിടത്തും ശിക്ഷ ലഭിക്കുന്നുണ്ട്. അപ്പോ എന്താന്ന് വെച്ചാല് ഈ ഈ ഈ ഏത് ഈ പരദൂഷണം പറഞ്ഞതിനെ കൊണ്ട്, ഈ പരദൂഷണം എന്നുള്ളത് വലിയൊരു തിന്മയാണ്. നമ്മളത് ഭയങ്കര സില്ലിയാക്കിയിട്ട് കാണുന്നതാ. എന്താന്ന് വെച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചിലപ്പോൾ എന്റെ നന്മയായിരിക്കാം, എന്റെ തിന്മയായിരിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ നല്ല തന്നെ ആവട്ടെ, നമ്മൾ ചിലപ്പം അത് ഒരു അമാനത്തായിട്ട് ഒരാളോട് പറഞ്ഞിട്ടുണ്ടാവും. നമുക്കത് മറ്റുള്ളവർ അറിയുന്നതിനോട് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പം, ഞാനിപ്പോ എന്റെ ചങ്ങാതിനോടോ എന്റെ കൂടപ്പുറപ്പിനോടോ ആരോടോ ആയിക്കോട്ടെ, എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട്, ഞാൻ എന്റെ ഒരു നന്മ ആയിക്കോട്ടെ, എന്റെ ഒരു മോശപ്പെട്ട കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവർ അറിയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് അറിയുന്നതോട് എനിക്ക് വെറുപ്പുണ്ട്. അത് എന്ത് കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം. അത് എന്റെ ഒരു കാര്യം മറ്റുള്ളവർ അറിയുന്നതോട് എനിക്ക് വെറുപ്പുള്ളത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ഗീബത്താണ്. അപ്പോ ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓരോരോ കാര്യങ്ങളും നമ്മുടെ നേർക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഒരു സഹാബി ചോദിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ ഉള്ളതാണ് പറഞ്ഞതാണെങ്കിൽ അവർക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ട് പറയുന്നത്, ഇപ്പൊ ഒരു കള്ളുകൂടിയനായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയാ, പല മോശത്തരമുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെ, കളവ് പറയുന്നവരായിക്കോട്ടെ. അപ്പൊ ഒരു സഹാബി തിരിച്ചു ചോദിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലെ ഉള്ളത് പറഞ്ഞാലോ? അപ്പൊ ഉള്ളത് പറയില്ല തന്നെയാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയലാണ് കളവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ഉള്ളതായിട്ടും ഇല്ലാത്തതായിട്ടും നമ്മൾ എത്ര കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു മൂന്നാമത്തെ ഒരാളുടെ കാര്യം. അല്ലേ? കൂടപ്പറപ്പുകൾ തമ്മിൽ ഇപ്പൊ 4 ആളുണ്ടെങ്കിൽ 2 ആള് കൂടുമ്പോ മൂന്നാമത്തെ ആള്, സ്വന്തം കൂടപ്പറപ്പിനെ വരെ നമ്മൾ ഇന്ന് ഒഴിവാക്കുന്നില്ല. അങ്ങനത്തെ ഒരു ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ? ഒരു കൂടപ്പറപ്പിന്റെ കാര്യം ബാക്കി 2 ആൾ തമ്മിൽ സംസാരിക്കുക. സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും വരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ ലോകത്ത്. അപ്പൊ ഈ ഗീബത്തിന്റെ ഇനിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ ഗീബത്ത് പറഞ്ഞതിനെ കൊണ്ട് നമ്മളിപ്പോ ഒരു സിന ചെയ്താല്, സിന വൻപാപങ്ങളിൽ പെട്ടതാണ്. അല്ലെ? നമുക്ക് 7 വൻപാപങ്ങളിൽ പെട്ടതാണ് വ്യഭിചരിക്കുക എന്നുള്ളത്. ഈ വ്യഭിചരിച്ചാൽ പോലും നമ്മൾ റബ്ബിനോട് മാത്രം തൗബ ചെയ്താൽ മതി. പക്ഷെ ഈ ഗീബത്ത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? നമ്മൾ ഒരാളെ കൊണ്ട് പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നമ്മൾ അവരെടുത്ത് പോയിട്ട് പറയണം,
നീ ആദ്യം അവരോട് പൊരുത്തപ്പെടിക്കണം. നമുക്ക് ഇന്ന് വരെ ഒരാൾക്കാണെങ്കിൽ അങ്ങനെ പോയി പറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടോ? നമുക്ക് പറ്റുമോ അത്? കാരണം നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളൊരു മൂന്നാമത്തെ ഒരാളോട് പറഞ്ഞിട്ട് എന്നിട്ട് റബ്ബിനോട് നമ്മൾ ഇനി എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവര് നമുക്ക് പുറത്തു തരുന്നത് വരെ റബ്ബ് പുറത്തു തരില്ല. പക്ഷെ ഇത് നമുക്കറിയാത്ത കാര്യമാണ്. ഈ ഇരിക്കുന്ന ഓരോരാൾക്കും ഇതറിയാം. നമ്മൾ ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു പുറത്തു തന്നാലും അള്ളാഹു പുറത്തു തരണമെങ്കിൽ നമ്മൾ പറഞ്ഞ വ്യക്തി നമുക്കത് പുറത്തു തരേണ്ടി വരുന്നുള്ളത്. അല്ലെ? നമ്മളപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം നമ്മൾ എത്ര ആളെ പറ്റി പറയുന്നുണ്ട്. ഈ ഈ ഈ ഗീബത്ത് പറയാൻ വേണ്ടിയിട്ട് വേറൊരു കാരണം എന്താണെന്നറിയോ? ഈ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് നാലാമത്തെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈമാന്റെ ദൗർബല്യമാണ്. നമുക്ക് ഈമാന്റെ ദൗർബല്യം ഉണ്ടാ അല്ലേ? നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും നമ്മൾ ഭയങ്കര മുത്തക്കയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈമാന്റെ കുറവാട് ഉണ്ടെങ്കിൽ, നമ്മൾ ഗീബത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു മുഅ്മിനല്ല, നമ്മളൊരു മുത്തക്കിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ പരമാവധി എന്തിനെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ ഒഴിവ് സമയം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഫോണിൽ നോക്കും, ആരുടെ നമ്പറാ, കുറേ സമയമുണ്ട്, ഇന്നാരെയാ വിളിക്കേണ്ടേന്ന് നോക്കും. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യും. ആ പറയുന്ന ആൾക്കാര് ഈ പിന്നെ പരദൂഷണം പറയുന്ന ആളാണോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ വിളിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ അവർ പറയൂല. ഈമാനുള്ള ആൾക്കാർ, ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള കുറെ ആൾക്കാരോടായിട്ട്, ഇപ്പം ഹസീനോടായിക്കോട്ടെ, ആയിഷനോടായിക്കോട്ടെ, ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ 1 മണിക്കൂറൊക്കെ സംസാരിക്കലുണ്ട്. 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ സംസാരിക്കലുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്, ഒരാളെയും കുറ്റം പറയാതെ, ഒരാളെയും ദുഷിച്ച് പറയാതെ, മൂന്നാമത്തെ ഒരു വ്യക്തിനെ ഇടപെടുത്താതെ, നമുക്ക് മാത്രം 2 പേരെ കാര്യം മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് 1 മണിക്കും 1.5 മണിക്കൂറും സംസാരിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ചങ്ങായിമാരും തെളിയിച്ചൊരു ഗ്രൂപ്പാണ് ഇത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. നമുക്കൊരാളെ പറ്റിയും പറയാനുണ്ടാവില്ല. നമുക്ക് നമ്മളതും നമ്മളെ റബ്ബും നമ്മുടെ കാര്യങ്ങളും മാത്രമേ പറയാൻ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഈമാന്റെ ദൗർബല്യം ഉണ്ടെങ്കിൽ നമുക്കിത് ഫോൺ എടുക്കുന്ന തന്നെ നമ്മൾ വേറെ ഉദ്ദേശത്തിലാണ്. അത് ചോദിക്കാം, മറ്റുള്ളവരെ കാര്യം ചോദിക്കാം. നമ്മളിപ്പോ ഒരാളെ കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് അവരോട് പകയുമില്ല, ദേഷ്യവുമില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ ആൾക്കാരെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിയേ. നിങ്ങൾക്ക് ആരോടെങ്കിലും അതിന് പകയും ദേഷ്യവും ഉണ്ട്? വെറുതെ ഒരു രസത്തിന് അങ്ങ് പറയാം. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്താനേ പറ്റൂല. എന്താ പറയാ, ഇപ്പോഴത്തെ മയക്കുമരുന്നിനെക്കാളും വലിയ അഡിക്ഷനാണ് ഈ പരദൂഷണത്തിനോട് പലർക്കും. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരു ഹര. പിന്നെ ബാങ്ക് കൊടുത്താലും പ്രശ്നമില്ല, നിസ്കാരം കള്ളായാലും പ്രശ്നമില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും ഒരു പ്രശ്നമല്ല. ഇതിങ്ങ് പറഞ്ഞിട്ട് അവസാന നിമിഷം ബാങ്ക് കൊടുക്കാനായി, എന്തിനാ ഓടുന്നേ, എന്തിനാ നിസ്കരിക്കുന്നേ? ഇത് മുഴുവനും പറഞ്ഞു വെച്ചിട്ട് ആ നിസ്കരിച്ചതിനെ കൊണ്ട് എന്ത് കാര്യമാണ്? അപ്പൊ നമ്മുടെ ഒഴിവ് സമയങ്ങള്, നമുക്ക് അങ്ങനത്തെ ഒഴിവ് സമയമുണ്ട്, നമുക്ക് ഈമാന്റെ കുറവുണ്ട് എന്ന് നമുക്ക് സ്വയം നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അല്ലെ? ഓരോരുത്തർക്കും നമ്മുടെ ഈമാൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് അത് വേറൊരാൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. അത് എനിക്ക് എന്റെ റബ്ബിന് മാത്രം അറിയുന്ന ഒരു കാര്യം. അത് മൂന്നാമത്തെ ഒരാൾ പറയേണ്ട കാര്യമല്ല. മൂന്നാമത്തെ ഒരാൾ പലതും നമ്മളെ നോക്കിയിട്ട്, ഇത് ഭയങ്കര മുത്തക്കിയാ, അങ്ങനത്തെ ആളാ, ഇത് ഭയങ്കര ആബിദാണ്, ഭയങ്കര ആലിമാണ്, ഇത് അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ നോക്കിയിട്ട് പലതും പറയാം. ഞാൻ എന്താന്നുള്ളത് എനിക്കും എന്റെ റബ്ബിനും മാത്രമേ അറിയൂ. എന്റെ ഒഴിവ് സമയം ഞാൻ എങ്ങനെയാണ് ചെലവാക്കുന്നുള്ളത് എനിക്കും എന്റെ റബ്ബിനും മാത്രമേ അറിയൂ. അത് വേറെ ഒരാളും അറിയുന്നില്ല. നമ്മൾ സ്വയം വിലയിരുത്തി നോക്കുക, നമ്മൾ അങ്ങനെയാണോ? നമ്മളെ സമയങ്ങള് മറ്റുള്ളവരെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോന്നൊന്നും നോക്കുക. പറഞ്ഞോ, നല്ല കാര്യങ്ങൾ പറഞ്ഞോ, അവരെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുത്തോ. ഇപ്പൊ 2 ആള് തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ സംസാരിക്കാം. അതിനുവേണ്ടി അതിൽ വേണം കളവും പറഞ്ഞു. 2 ആള് തമ്മിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളവ് വരെ പറയാന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ നമുക്ക് ഈ സുൽഹുണ്ടാക്കല, നമ്മളെ മെയിൻ പണി തമ്മിൽ തെറ്റിക്കല. അവരറിയാത്ത കാര്യം അവരെ കൊണ്ട്, ഒരാളെ കൊണ്ട് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുന്നവരെ അന്ന് സമാധാനം കിട്ടൂല. അന്ന് നമുക്ക് തീരെ സമാധാനം കിട്ടാത്തത് അത് എങ്ങനെ പറയും, എപ്പ പറയോ, വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, പക്ഷെ അവര് പുറത്തു പോയി. ഇതാണ് നമ്മളെ വിചാരം. അപ്പൊ നമ്മൾ ഓരോരുത്തരും, നമുക്ക് സത്യത്തിൽ സ്ത്രീകൾക്ക്, ഞാൻ എന്റെ കാര്യം കേട്ടാ പറയുന്നത്, പകയും വിദ്വേഷമെല്ലാം കുറവാണ്. നമുക്ക് അപ്പ് തോന്നുന്ന ഒരു ദേഷ്യം, അത് രണ്ട് വർത്താനം പറഞ്ഞാൽ തീരെയുള്ളൂ. പക്ഷെ നമ്മളെ ഒഴിവ് സമയം, നമ്മളെ ഈമാന്റെ കുറവാണ് നമ്മളെ കൊണ്ട് ഇത് മുഴുവനും ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്താണെന്നറിയാം, ഈ ഈപത്ത് പറഞ്ഞാലുള്ള ഒരു ശിക്ഷ ഞാൻ പറഞ്ഞു, അത് നമ്മളെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ ഒരാളെ കൊണ്ട് മോശമായത് പറഞ്ഞിട്ട് അത് നമ്മളെ കുടുംബത്തിൽ, നമ്മളെ പിന്നെ ഭർത്താവില്, അല്ലെ നമ്മുടെ മക്കളില്, ആരൊക്കെയാണ് നമ്മളെ കൂടെ പറഞ്ഞു, നമ്മളെ കൂടെ താമസിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില് അത് കണ്ടു കഴിഞ്ഞാല് എന്തായിരിക്കും നമ്മളെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് എന്ത് ഭംഗിയുള്ളത്? പിന്നെ നമ്മളെ കുടുംബത്തിനൊരു രസമുണ്ടോ? പിന്നെ നമുക്ക് സമാധാനത്തിലൊരു ദിവസം ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ ചിന്തിച്ചാൽ മതി, ഞാനിത് ആരെ കൊണ്ടെങ്കിലും പറഞ്ഞിനോന്ന്. നമ്മളെ മക്കൾ ഇന്ന് കുരുത്തക്കേട് കളിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഭർത്താവ് എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുന്നു, നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളിത് പറഞ്ഞിട്ടാണോ പഠിച്ചോളെ നമുക്കിത് തന്നത്? അതാണ് അള്ളാഹു ഇനി നമ്മൾ ശിക്ഷിച്ചതാണെന്നൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും. പിന്നെ ഇതില് പിന്നെ ഈ പരദൂഷണം പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പറയുന്നത് കൂടുതൽ സ്ത്രീകളാണെന്നേ ഉള്ളൂ. ഇതിന്റെ ശിക്ഷയെ പറ്റിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, സഹാബികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ഡിതന്മാരും സഹാബികളും പോട്ടെ, നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാ മാസത്തിൽ ഒരു തവണയാണെങ്കിൽ അതിന്റെ ഒരു വിഷയം വരുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പോ നമുക്ക് ഇതിന്റെ ശിക്ഷ എന്താന്ന് നോക്കാം. ഇപ്പൊ നമ്മളിത് പറഞ്ഞെന്ന് വെക്ക്, ഇന്നെന്താ ശിക്ഷ? നമ്മളെ കുടുംബത്തിലേക്ക് തിരിച്ചു വരല് മാത്രമാണോ ഇതിന്റെ ശിക്ഷ? ഏറ്റവും വലിയ ശിക്ഷ എന്താ പറയാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അകറ്റിക്കളയും. അള്ളാഹിന്റെ കാരുണ്യമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഈ ലോകത്ത്? എന്തുണ്ടായിക്കോട്ടെ, ഈ ലോകം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ട്. റബ്ബിന്റെ ഒരു കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും? അള്ളാഹുവിന്റെ കാരുണ്യം അകറ്റാൻ എന്താന്ന് പറഞ്ഞാല് അള്ളാഹ് നമ്മളെ പട്ടിണി കിടലാണോ? അല്ലെ നമുക്ക് പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം വരുത്തലാണോ? അല്ലെങ്കിൽ പോട്ടെ, നമ്മളെ കൂടെയുള്ള നമ്മളെ മക്കളായിക്കോട്ടെ, നമ്മളെ ഭർത്താവായിക്കോട്ടെ, അവർ മരണപ്പെടലാണോ? അതൊന്നുമല്ല, അതും റബ്ബിന്റെ കാരുണ്യം തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയോ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയോ? റബ്ബിന്റെ അള്ളാഹു അകറ്റിക്കളയുന്നത്. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കി തരും. നമ്മളത് ചെയ്യുന്നുണ്ടോന്ന് ആലോചിക്കും. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്വഭാവം ഉണ്ടോന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്വഭാവം ഉണ്ടോ നമുക്ക്? അതുകൊണ്ടാണ് നമുക്ക് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത്. അള്ളാഹ് പറയുന്നില്ലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളോട് അള്ളാഹ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സുജൂദ് ആദ്യം അള്ളാഹ് തിരിച്ചെടുത്താളെ. നമ്മളെ സജദയാണ് റബ്ബ് എടുത്ത് കളയാ. സജദ തന്നെന്ന് വെച്ചോ, നമ്മൾ നിസ്കരിക്കുന്നുണ്ടെന്ന് വെച്ചോ, അതിൽ ഖുശൂ ഉണ്ടാവൂല. ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഒരു യാന്ത്രികമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവാന്. അതൊക്കെ റബ്ബിന്റെ റഹ്മത്തില്ലാത്തത് കൊണ്ടാണ്. ആ റഹ്മത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, നമ്മളെ അടുത്ത് ഈ സ്വഭാവം ഉണ്ടോ? അള്ളാഹുവേ, ഞാൻ ഈ പരദൂഷണം പറയുന്ന കൂട്ടത്തിലാണോ റബ്ബെ? അതുകൊണ്ടാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത്. ഇബാദത്ത് നിസ്കാരം മാത്രമല്ല അല്ലെ, ഒരു ഖുറാൻ പാരായണായിക്കോട്ടെ, ദിക്റായിക്കോട്ടെ, ഈ നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ റബ്ബിന്റെ വലിയ വലിയ അനുഗ്രഹവും അള്ളാഹുവിന്റെ വലിയ വലിയ ഇത് റഹ്മയാണ്.
നമുക്കതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അകത്ത് ഈ സ്വഭാവം ഉണ്ടോന്ന് എല്ലാരും നോക്കാം. രണ്ടാമത്തെ കാര്യം, ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു എടുത്തു കളയും. രണ്ടാമത്തെ കാര്യം, റഹ്മത്തിന്റെ മലക്കുകൾ എപ്പോഴും നമ്മളെ കൂടെയുണ്ട്, അല്ലെ? അള്ളാഹു ഓരോരാൾക്കും ഓരോരോ മലക്കിനെ നിയമിച്ചിട്ടുണ്ട്. അള്ളാഹു എന്തായും ആ മലക്കുകളെ നീക്കിക്കളയും. ആ മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ല, റഹ്മത്തിന്റെ മലക്കുമില്ല. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? മരണസമയത്ത് അതികഠിനമായ വേദനയായിരിക്കുന്ന, അതാരെ കൊണ്ടാ സഹിക്കാൻ പറ്റുക? നമ്മൾ പണ്ടേ പറയുന്ന ഒരു കാര്യം അല്ലേ, റസൂൽ സല്ലല്ലാഹുവിന്റെ റൂഹ് എടുത്തത് അത്രയും ഇതായിട്ടാണ്. എന്നിട്ട് പോലും റസൂലിന് ആ മരണവേദന സഹിക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. നമ്മളത് അല്ലാതെ തന്നെ നമുക്ക് മരണവേദന സഹിക്കാൻ പറ്റില്ല, അത്രയും അതികഠിനമായ വേദനയാണ്. അപ്പോ ഈ പരദൂഷണം പറയുന്ന വ്യക്തിയുടേത് അതിനേക്കാളും കഠിനമായിരിക്കും. നാലാമത്തെ കാര്യം, നമ്മൾ നരകത്തോട് ഓരോരോ സ്റ്റെപ്പും നമ്മൾ നരകത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ആർക്കാ ഇഷ്ടം നരകത്തിന്റെ അടുത്ത് പോവാൻ? അല്ലെ? നമ്മൾ എന്താ പറയുന്നത്? റബ്ബേ നരകത്തിലേക്ക് ആക്കാതെ നമ്മളെ സ്വർഗത്തിലേക്ക് ആക്കണേ എന്നല്ലേ പറയുന്നത്. ഓരോരുത്തരും പറയുന്നില്ലേ? നമ്മളെല്ലാരും ആഗ്രഹം അത് തന്നെയല്ലേ. ആ പോട്ട് ഒരു കൊല്ലം നരകത്തിൽ കിടക്കാം, എന്നിട്ട് പിന്നെ സ്വർഗത്തിൽ പോയാൽ മതി എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പറഞ്ഞാലെന്തേ, കുറച്ചാലും നരകത്തിൽ കിടക്കുകയല്ലേ വേണ്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വർഗത്തിൽ പോവാലോ. അങ്ങനെ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കൂട്ടത്തില്? നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് സഹിക്കാൻ പറ്റില്ല നരകത്തിന്റെ ചൂട്. ആ നരകത്തിലേക്കാണ് നാം ഓരോരുത്തരും എല്ലാ ദിവസവും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ് അഞ്ചാമത്തത്? സ്വർഗത്തിൽ നിന്ന് ദൂരാവും. ഒബ്വിയസ്ലി അതന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. അല്ലാഹു അക്ബർ. നരകത്തിലേക്ക് അടുത്തു കഴിഞ്ഞാല് പിന്നെ സ്വർഗത്തിൽ നിന്ന് ദൂരായി. പിന്നെ ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇപ്പൊ എടുക്കുന്നതിന്റെ ഇരട്ടി പണി എടുക്കേണ്ടി വരും, അല്ലേ? നമ്മളൊരു സ്ഥലത്തേക്ക് വഴി മാറി പോയി എന്ന് വിചാരിക്കും, 2 ഡയറക്ഷനിലുള്ള വഴിയാന്ന് വിചാരിക്കും നിങ്ങൾ. ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ പോകുന്നു, അല്ലെ നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്നു നമ്മൾ ചിന്തിക്കുക. ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ വലത്തോട്ടേക്ക് പോകേണ്ടത് ഇടത്തോട്ടേക്ക് പോയി നടന്നിട്ട് പോകുന്നു, അല്ലെ കാറിലോ എന്തോ ആയിക്കോട്ടെ. കാറിൽ കുറച്ച് ദൂരം പോയാലും നമുക്ക് എന്താ മനസ്സിലായത്? ഇത് തെറ്റിയ വഴി, നമ്മൾ വലത്തോട്ടേക്കാണ് തിരിയേണ്ടത്. അപ്പം നമ്മൾ ഇടത്തോട്ടേക്ക് ഇടത്തോട്ടേക്ക് നമ്മൾ സഞ്ചരിച്ച് ആ സ്പീഡിലായിരിക്കോ പിന്നെ തിരിച്ചു പോകുന്നത്? സ്പീഡ് കൂട്ടണ്ടേ? അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ കൂട്ടിക്കൊണ്ടേരണ്ടേ അവിടത്തേക്ക് എത്തണമെങ്കിൽ? നമ്മളുള്ള ഇബാദത്ത് വെച്ചിട്ട് അത് കളയാതെ നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ കയറാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിട്ടിട്ട് നമ്മൾ ഈ ഇബാദത്തുകൾ മുഴുവനും മെനക്കെട്ട് ചെയ്യാം. നമ്മൾ ഓരോരുത്തർ ഇബാദത്ത് ചെയ്യുന്നതന്നെ എന്തിനാ? നമുക്ക് സ്വർഗം നേടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലേ? ഓരോരുത്തരുടെ ലക്ഷ്യം സ്വർഗമല്ലേ. നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും, നമ്മൾ ചെയ്ത സക്കാത്ത്, നമ്മൾ ചെയ്ത നമസ്കാരം, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, എന്തായിക്കോട്ടെ, എല്ലാം ഒരു വള്ളത്തിൽ വരച്ച വര പോലെ അതില്ലാണ്ടായി. അങ്ങനെ ആർക്കാ ഇഷ്ടം? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്തിനാ? ഓരോരോ കാര്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തഹജ്ജുദിന് എണീക്കുന്നത് എന്തിനാ? നമുക്ക് ഉറങ്ങാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ? ഉറങ്ങാൻ ഇഷ്ടമില്ലട്ടാണ് എല്ലാവരും തഹജ്ജുദിന് എണീച്ച് നിസ്കരിക്കുന്നത്? അല്ല, നമുക്ക് സ്വർഗം വേണം. അതൊക്കെ കൊണ്ടുപോയിട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ഇത് പറയുന്നത്? എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് ക്ലാസ് കേട്ടിട്ട് ചിലപ്പം ഇപ്പൊ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും എന്നിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ആദ്യത്തെ പണി ഒരു ഫോൺ വിളിയാ. നിസ്കരിക്കാൻ അസറിന് നേരെയില്ല. പിന്നെ അള്ളാഹുവിന്റെ കോപം ഉണ്ടാവും. അള്ളാഹുവിന്റെ കോപം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കാര്യം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. റഹ്മത്തിന്റെ മലക്കുകളെ നീക്കി കഴിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ദൂരമാക്കപ്പെട്ടു, നരകത്തിലേക്ക് അടുത്ത്. പിന്നെ അള്ളാഹുവിന്റെ കോപവും ചെറിയ കാര്യമാണ് ഇത്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കൊലപാതകിനേക്കാളും ഒരു സിന ചെയ്യുന്ന ആളെക്കാളുമുള്ള ശിക്ഷ നമുക്ക് ദുനിയാവുന്നും ആഖിറത്തുന്നും ഉണ്ട്. ഇപ്പൊ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഇസ്ലാം വിധി പ്രകാരം ഒരു ശിക്ഷ ദുനിയാവെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ സ്വർഗത്തിൽ പോവുമായിരിക്കും, അല്ലെ?
നമ്മൾ തൗബ ചെയ്താലും നമ്മൾ സ്വർഗത്തിൽ പോകും. ജിന ആയിക്കോട്ടെ, കൊലപാതകം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ ഇതിൽ നമുക്ക് അവരോട് പൊരുത്തപ്പിടിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനത്തെ വാക്കുകളാണ് അവരെ പറ്റി പറഞ്ഞത്. കുറച്ചൊരു എത്ര ഈമാനുള്ള ആക്കാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കാൻ നമുക്ക് അവരോട് പറ്റി പറയാൻ പറ്റുമോ? ഞാൻ ഇന്നെ കൊണ്ട് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ഞാൻ പറഞ്ഞിട്ട് ഇത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ആള് നമുക്ക് പുറത്തു തരും? നമ്മൾ പുറത്തു കൊടുക്കോ? ചെറിയ ചെറിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് അത് നമ്മളെ കഴിവുകൊണ്ടല്ല. അതിൽ അള്ളാഹു റഹ്മത്തിന്റെ മലക്കുകളെ നമുക്ക് ചുറ്റും ഏർപ്പാടാക്കിയത് കൊണ്ടാ. നമ്മളെ മക്കളെ തവക്കൽത്തു അലല്ലാഹ് എന്നിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തയക്കുന്നുണ്ട്. നമ്മുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടുന്നെല്ലാം തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാ? അതൊക്കെ റഹ്മത്തിന്റെ മലക്ക് അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാ. ഇത് എടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മളെ മക്കളെ ആരാ സംരക്ഷിക്കുക? ആരാ സംരക്ഷിക്കുക? എന്നിട്ട് നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എത്രയും എത്ര തവണ നമ്മൾ ക്ലാസ് കേട്ട്, എന്നിട്ട് എന്ത് നമുക്കത് മനസ്സിലാവാത്തത്? അള്ളാഹു താല സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട്, എന്ത്? നിങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് ഊഹം പറയല് ഒഴിവാക്കുക എന്നുള്ളത്. സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദന്നി, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഊഹിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഊഹിക്കുന്നത് മുഴുവനും തെറ്റാണ്. നമുക്കെങ്ങനെ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നത്? നമ്മൾ ഊഹിച്ചിട്ട് പറയുന്നത് നമ്മൾ അദൃശ്യമല്ല, നമുക്ക് അറിയാത്ത കാര്യം. അത് അങ്ങനെയായിരിക്കും, ഇതിങ്ങനെയായിരിക്കും. നമ്മൾ പലതും ഊഹിച്ചിട്ട് പറയും, അങ്ങനെയൊന്നും ഉണ്ടാവുന്നേ ഇല്ല, അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വേഗം അങ്ങനെ ഊഹിച്ചിട്ട്, അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നിയതാണ് കേട്ടോ അത്. ഇപ്പൊ നമ്മളെ ഹസ്ബൻഡ് അവരെ വീട്ടിൽ പോയിട്ട് വന്നു വിചാരിക്കുക. അവരെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മളോട് എന്തെങ്കിലും കുറച്ചൊരു മോശമായിട്ട് പെരുമാറിയാൽ നമ്മളെന്താ ആദ്യം പറയാ? ഉമ്മയും പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ, അതുകൊണ്ടാണ് എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതാവോ? അതൊന്നുമില്ല, ഓർ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ഊഹിക്കല് വലിയൊരു പാപാണ്. പിന്നെന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഒരാള് എന്താ പറയാ, ഇപ്പൊ ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കാണുന്നു, ഒരു നല്ല മുട്ടക്കിയ ഒരാള് നമ്മളിപ്പോ പുറത്ത് പോയപ്പോ കാണുന്നു, അയാളൊരു കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതായിരിക്കും. അയാൾ ചിലപ്പോ ചില്ലറ വാങ്ങാൻ കയറിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കയറിയതായിരിക്കും, എന്തോ അയാളെ സാഹചര്യം കൊണ്ട് കയറിയതായിരിക്കാം, അല്ലെ? ഒന്ന് മൂത്രയ്ക്കാൻ മുട്ടി, വേറെ ഒരു വഴിയുമില്ല, അവിടെ ഉള്ള ഒരു കള്ള് ഷാപ്പാ. അപ്പൊ അതിനകത്ത് കയറിയാലോ നമ്മൾ എന്താ പറയാ? ഇയാളെന്തൊക്കെ പറയുന്ന ആൾക്കാരാ, എത്രയും ക്ലാസ് എടുക്കുന്ന ആള്, ഇയാളല്ലേ കള്ള് ഷാപ്പ് എന്ന്. എന്നിട്ട് നമ്മൾ മുണ്ടാണ്ടിക്കോ? അത് 10 ആളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ഉറക്കില്ല. നമ്മൾ ഒന്നിന്റെയും നിജസ്ഥിതിയൊന്നും അന്വേഷിക്കുന്നില്ല. അതിൽ ഏറ്റവും എളുപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാട്സപ്പിലെ വീഡിയോസ് ആണ്. എന്തെല്ലാം അള്ളാഹു എനിക്ക് ആഖിറത്ത്. ഓരോരോ കുട്ടികളെ കൊണ്ട് നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ഓരോരോ കുട്ടികളെ മോശമായിട്ടൊക്കെ നമുക്ക് വാട്സപ്പിൽ കാണാൻ പറ്റും, അല്ലെ? സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ആൺപിള്ളേരായിക്കോട്ടെ, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളായിക്കോട്ടെ, അവര് ചിലപ്പോ ആൺകുട്ടികളുടെ കൂടെ കറങ്ങുന്നതോ, അവര് ചിലപ്പോ സിഗരറ്റ് വലിക്കുന്നതോ, ഇല്ല അവര് കൂടെ വേറെ കള്ളുടിക്കുന്നതോ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമാണോ അത്? അപ്പൊ തന്നെ അത് ഫോർവേഡ് ചെയ്ത് 10 ഗ്രൂപ്പില്, ആ 10 ഗ്രൂപ്പിലും കൂടിയിട്ട് ഒരു 500 ആളും, ആ 500 ആള് പിന്നെ ഒരു 1000 ആൾക്ക്. ജാരിയായ സ്വതക്ക എന്ന് പറയുന്ന പോലെ ജാരിയായ തിന്മയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മരണപ്പെട്ടാലും നമ്മളെ കബറിലേക്ക് അതിന്റെ ബാക്കി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയോ ഓറ് ചിലപ്പം ആ തെറ്റ് ചെയ്ത വ്യക്തി ഈ കള്ളു കുടിച്ചതായിക്കോട്ടെ, സിഗരറ്റ് വലിച്ചതായിക്കോട്ടെ, ഈ ആമ്പിള്ളറും പെൺപിള്ളറും ഒരുമിച്ച് നടന്നതായിക്കോട്ടെ, അവർ തൗബ ചെയ്തിട്ട് അവര് അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ നമ്മളെന്തായി? ആരാന്ന് പോലും നമുക്കറിയില്ല. ഏതോ ലോകത്തുള്ള ആള്, ഏതോ ദുനിയാവിലുള്ള ആള്, നമ്മുടെ നാട്ടുകാരോ അല്ല, അടുത്ത നാട്ടുകാരോ അല്ല, നമ്മൾ ഇന്ത്യയിൽ പോലും അല്ല, അതിന്റെ അപ്പുറമുള്ള ആൾക്കാരെ വരെ നമ്മൾ വെറുതെ വിടൂല. അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യണം, അപ്പൊ തന്നെ അവരെ മോശക്കാരെ കാണിക്കണം. നമുക്ക് എന്താ അതിനെ കൊണ്ടൊരു ഗുണം? അതിനെ കൊണ്ട് എന്താ നമുക്കൊരു ഗുണം കിട്ടാന്?
അവര് ചിലപ്പം പിന്നെ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിലോ? മടങ്ങിയിട്ടില്ലാന്ന് തന്നെ വെക്ക്, മടങ്ങിയിട്ടില്ല. നമ്മക്കെന്തേ അതിനെ കൊണ്ട്? അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലാണ്ട് നമുക്ക് ഭൂമിയിൽ നിലനിൽപ്പുണ്ട? പോട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ല. നമ്മൾ കുറേ അമലുകളുടെ കുറെ ഇബാദത്തുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ഉണ്ടാവോ പോകുമ്പോ? കാലി കയ്യില് പോണ്ടേ? അത് നമ്മൾ കാലി കയ്യില് കൈയും വീശിട്ട് നമ്മൾ പോകണം. ഒന്നും ഉണ്ടാവില്ല നമ്മളടുത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് എന്താണെന്നറിയോ? ഈ രഹസ്യം അന്വേഷിക്കാനുള്ളത്. ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയുന്നവരെ നമുക്ക് സമാധാനക്കേട്. എന്തായിരിക്കും അത്? എന്തിനായിരിക്കും അത്? അതെന്താ അവൾ അങ്ങനെ പറയാണ്ട്? എന്താ ഒരു ഒളിപ്പിച്ചു വെക്കല്? എന്താ ഒരു ഒളിച്ചു കളി? അല്ലെ? അത് അത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനക്കേടാ. അല്ലെ? ഇപ്പൊ ഒരാള് നമ്മൾ അയൽവാസി ആയിക്കോട്ടെ, എല്ലാ ദിവസവും രാവിലെ ഒരു 9:30 10 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു നോക്ക്. അവര് പോകുന്നത് ചിലപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കാണാനായിരിക്കും. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളെ ചോദിക്കും. അപ്പൊ നമ്മളിപ്പോ അവരോട് ചോദിച്ചു തന്നെ നോക്കി, എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അവര് ചിലപ്പോ നമ്മളോട് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായി? നമുക്കത് അറിയണം. അപ്പൊ നമ്മളൊരു 10 ആളോട് ചോദിച്ചു, എനിക്കറിയോ ഇവിടെ എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ, രാവിലെ പോയിട്ട് വൈകുന്നേരമാണല്ലോ തിരിച്ചു വരുന്നത്, എനിക്കറിയോ എന്തിനാ പോകുന്നതെന്നുള്ളത്, എവിടെയാ പോകുന്നതെന്ന് എനിക്കറിയോ? അവരത് പറയുന്നില്ലെങ്കിൽ പറയണ്ട. നമ്മളെ ഇബാദത്തിനെയോ നമ്മുടെ ജീവിതത്തിനെയോ അത് ബാധിക്കുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിറാജിന്റെ സമയത്ത് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സ്ത്രീകളാ. എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വേറൊരു കുറവില്ല. ആണുങ്ങളെക്കാളും കൂടുതൽ അമലുകൾ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാ. ആണുങ്ങൾക്ക് നേരമില്ല. അവര് പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർ. നമ്മൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മളാണ് ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്യുന്നത്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കണ്ടത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ കാണാൻ കാരണം നമ്മളെ ഒരു നാവ് മാത്രമാണ്. അവര് സ്വന്തം നഖം കൊണ്ട് അവരെ മുഖത്തിന് ഇങ്ങനെ മാന്തി പൊളിക്കുന്നുണ്ടായി എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാ മാന്തി പൊളിച്ചത്? മറ്റുള്ളവരെ പച്ചമാംസം തിന്നതുകൊണ്ട്. പച്ചമാംസം തിന്നാന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല? അതേ ഗുജറാത്തിന്റെ ആയത്തിൽ തന്നെ അള്ളാഹു താല തന്നെ പറയുന്നുണ്ട്, നീ നിന്റെ സ്വന്തം സഹോദരന്റെ മയ്യത്ത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഒരു സഹോദരന്റെ മയ്യത്ത് ഭക്ഷിക്കാൻ? നമ്മളിവിടെ സാധാരണ നമ്മൾ കഴിക്കാറുള്ളത്, നമുക്ക് ഹലാലാക്കെ കോഴി തന്നെ ചത്തുപോയാലും നമ്മളത് തിന്നൂല, അത് ഹലാലായിട്ട് അറുത്തിട്ടില്ലെങ്കിൽ. അപ്പൊ നമ്മളെ സ്വന്തം സഹോദരന്റെ പച്ച മാംസം തിന്നുന്നതിനോട് ആരാ യോജിക്കുന്നത് ഇവിടെ? ശരിക്കും അതിന് സമാനെന്നാ പറഞ്ഞത്. നമ്മൾ പറയുന്നത് ആ പച്ച മാംസം തിന്നുന്നതിന്, പച്ച മാംസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറയുന്നുണ്ട്. കാരണം അവര് തമ്മിൽ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ എണീറ്റ് പോയ പാട് അയാളെ കൊണ്ട് ഒരു കുറ്റം പറഞ്ഞു ഒരു സഹാബി. അത് പറഞ്ഞ പാടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അയാളോട് പറഞ്ഞത്? നിങ്ങൾ പോയിട്ട് പല്ലേച്ചിട്ട് വാന്നാ പറഞ്ഞത്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, എന്ത് റസൂലേ, ഞാൻ രാവിലെ പല്ല് തേച്ചതാണല്ലോ. അപ്പം പറഞ്ഞു, ഇല്ല, നിന്റെ സഹോദരന്റെ പച്ചമാംസം നിന്റെ പല്ലുകൾക്കിടയിലുണ്ട്, നീ പോയിട്ട് പല്ല് തേച്ചിട്ട് വേണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറും പല്ല് തേക്കാനേ സമയം ഉണ്ടാവും. വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ സമയം ഉണ്ടാവില്ല. പല്ല് തേച്ചുകൊണ്ടിരിക്കണം 24 മണിക്കൂർ. ഈ ബ്രഷും കൊണ്ട് നടക്കേണ്ടി വരും. ഇനി ഒരു മുഅ്മിനായ വ്യക്തിനോട് പോട്ടെ, നമ്മളത് ഞാൻ പറഞ്ഞില്ലേ, ഈമാന്റെ ദൗർബല്യ. പക്ഷെ ഒഴിവ് സമയം ഉണ്ടെങ്കിലും ഒരു മുഅ്മിനായ വ്യക്തിനോട് നമ്മളത് പറയുന്നുണ്ടെങ്കിലോ, അവര് പറയും അത് പറയണ്ട, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാനത് പറയുന്നുമില്ല. നമ്മൾ അങ്ങനെ പറയലേ, നമുക്കത് കേൾക്കണ്ട, നമുക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയല് നമ്മളെ ബാധ്യതയാണ്. നമ്മളെ ഓരോരുത്തരോടും റബ്ബ് പറഞ്ഞിട്ടുണ്ട്, നീ പറയണത്, ഇത് പറയരുത്, ഇത് തെറ്റാണ് നമ്മളവരെ അറിയിച്ചു കൊടുക്കണം എന്നാ. എവിടെ അറിയിക്കാൻ സമയം? നമ്മളും കൂടെ കൂടിയിട്ട് പറയല്ലേ, ആ ശരി തന്നെ അല്ലേ, എന്തല്ല ചെയ്തു വെച്ചത് അല്ലേ നമ്മൾ കൂടി പറയുന്നത്. നമുക്ക് പറയാൻ താല്പര്യമില്ലേ? കേൾക്കാനും താല്പര്യപ്പെടണ്ട. നമ്മൾ നന്നായിട്ട് ഇരുന്ന് കൊടുക്കും. കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമായാലോ? അപ്പുറമുള്ള ആൾക്ക് വിഷമാവാണ്ടിരുന്നാ മതി.
പറയുന്ന ആൾക്ക് വിഷമമാണ്. നമുക്ക് നരകം കിട്ടിയാലും സാരമില്ല, അള്ളാഹുവിന്റെ കരുണില്ലെങ്കിലും സാരമില്ല, റഹ്മത്തിന്റെ മൽക്കിൽ ഇല്ലെങ്കിലും സാരമില്ല, നരകത്തിൽ പോയാലും സാരമില്ല, സ്വർഗം കിട്ടിയില്ലെങ്കിലും സാരമില്ല. അപ്പുറത്തുള്ള ആളെ വിഷമിക്കാൻ പാടില്ല, ഈ പറയുന്ന ആളെ സങ്കടപ്പെടാൻ പാടില്ല. അവർക്ക് സന്തോഷമാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും വലിയ ഹതഭാഗ്യനിൽ നിന്നല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം നീക്കിക്കളയുകയില്ല എന്ന് പറയുന്നത്. ഹതഭാഗ്യവാന്മാരിൽ എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി പെടുന്നത്? നമ്മൾ അള്ളാഹു താല അൽഹംദുലില്ലാ ഒരു മുസ്ലിമായിട്ട് ജനിപ്പിച്ചതിന്റെ അത്ര ഒരു ഭാഗ്യം വേറെന്താ വേണ്ടേ നമുക്ക്? ഒരു പണിയും എടുക്കാതെ, ഒരു ദുആ പോലും ചെയ്യാതെ, ഒരു പരിശ്രമവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ അള്ളാഹു താല മുസ്ലിമായിട്ട് ജനിപ്പിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എന്തിനാ നമ്മളത് കൊണ്ടുപോയിട്ട് കളയുന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എത്ര ആളെ സങ്കടം നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒന്ന് ഒതുകൊടുക്കാൻ പറ്റാത്ത, ഒന്ന് നിസ്കരിക്കാൻ പറ്റാത്ത, ഒരു ദിക്റ് ചെല്ലാൻ പറ്റാത്ത, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടോ? ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ അതിനൊരു വിലയില്ലാണ്ടായി, അത്രയേ ഉള്ളൂ. അത് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ കുറെ സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ അവരോട് ചോദിച്ചു നോക്കിയേ, ഇത് എത്ര ബുദ്ധിമുട്ടിയിട്ട് അവർക്ക് കിട്ടിയത് എന്നുള്ളത്. നമ്മളിത് മുസ്ലിം ആയിട്ടും നമ്മളെല്ലാം റബ്ബ് നമുക്ക് കാണിച്ചു തന്നിട്ട് അതെല്ലാം നമ്മൾ കൊണ്ടിട്ട് വേണ്ട. എനിക്ക് ഏറ്റവും വലുത് എന്റെ കൂടെയുള്ള ആളെ സന്തോഷമാണ്. എനിക്ക് അള്ളയും പ്രശ്നമില്ല, റസൂലും പ്രശ്നമില്ല, ആരും ഒരു പ്രശ്നമില്ല. പിന്നെ റബ്ബ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇന്ന് ഞാനിത് പറയണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ മെസ്സേജ് ഇടുമ്പം അതിലുണ്ടായിരുന്നു ഇത്. നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണ്ടേ? അപ്പൊ നമ്മൾ അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നില്ലേ? അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നില്ലേ? പിന്നെ നമ്മൾ മുസ്ലിം ആണോ? അല്ലെ? ഈമാൻ കാര്യത്തിൽ വിട്ടതല്ലേ? അത് നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിം ആയോ? അതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കി പിന്നെ നമ്മൾ മുസ്ലിം ആണോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് മാത്രം പറയുക. അപ്പൊ നമ്മൾ നല്ലത് പറയുന്നില്ലെങ്കിലോ? അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ? നമ്മളത് പറയാതെ പറയുകയല്ലേ? എനിക്ക് വിശ്വാസമില്ല, അള്ളാഹിനും വിശ്വാസമില്ല, അന്ത്യദിനത്തിനും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ പറയും, ഞാൻ തോന്നിയതുപോലെ ജീവിക്കും. അപ്പൊ നമ്മളൊരു മുനാഫിക്കായിട്ടല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വായോണ്ട് പറയുന്നത് ഞാൻ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായോട് 100 വട്ടം പറയുന്നുണ്ട്. അപ്പൊ നമ്മളല്ലേ ഏറ്റവും വലിയ മുനാഫിക്ക്? നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ? നല്ലത് മാത്രം പറയും. നിങ്ങള് ഒരാളെ കുറിച്ചിട്ട് മോശം പറയാതിരുന്നു നോക്കിയാൽ നല്ല സുഖമുള്ള ഏർപ്പാടായത്. ഇപ്പല്ല, ഒരു 2-3 വർഷം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്രൂപ്പില്. ഞാനും എന്റെ കുട്ടികളും കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു എന്താ പറയാ ഒരു നിയമമായിരുന്നു. ഒരു സദക്കയുടെ ഒരു പെട്ടി വെച്ച് ആരാണ് ഒരാളെ കൊണ്ട് പരദൂഷണം പറയുന്നത് അവരതിനകത്ത് 10 റുപ്യ ഇടണം. ഒരു ദിവസത്തിൽ ഒരു 100 റുപ്യ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മടുക്കൂ. 10 റുപ്യ പോന്ന് മേടിച്ചിട്ട് പിന്നെ പറയാതായി. പിന്നെ അൽഹംദുലില്ലാ അതൊരു ശീലായി. അങ്ങനെ നമുക്ക് സ്വന്തം തന്നെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ലേ? നമ്മൾ സ്വയം എന്തെങ്കിലും ഒരു പോംവഴി കാണാം, റബ്ബിനോട് ചോദിക്കുക, അത് എനിക്കിത് പറ്റുന്നില്ല, ഞാനിത് എത്ര വേണ്ടാന്ന് വെച്ചിട്ട് എന്നോട് ഇത് പറഞ്ഞു പോകുന്നു, ഇത് ചെയ്തു പോകുന്നു റബ്ബെ, എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചുകൊണ്ടാവുക, നീ അത് എളുപ്പാക്കിക്കൊണ്ടാവുക. എന്റെ മക്കള് പറഞ്ഞ ഐഡിയ അത്, അമ്മ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആര് പറഞ്ഞാലും നമുക്കൊരു സദക്ക 2 ഗുണമുണ്ട്. ഒന്നിത് പറയൂലെന്നായി, രണ്ടാമത്തത് സദക്കപ്പെട്ടില്ല ഒരു പൈസയായി, അത് നമ്മൾ ആർക്കെയും കൊടുക്കാലോ. എന്നിട്ട് റബ്ബ് അല്ലാഹു തആല എന്താ പറയുന്നത്? വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തവ്വാബാണ്. നമ്മൾ ഇതുവരെ ചെയ്തു പോയി, ഇതുവരെ പറഞ്ഞു പോയി, ഇത്രയും കഠിനമാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ തൗബ ചെയ്യും, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങ്. അള്ളാഹു ആ തൗബ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഇതിന്റെ ഒരു ടിപ്പായിട്ട് പറയാണ്, നമ്മളിപ്പോ ഒരാളെ കൊണ്ട് മോശമായിട്ട് പറഞ്ഞെന്ന് വെക്ക്, ദൃഢനിശ്ചയം എടുക്കുക, അള്ളാഹുവിനോട് സത്യം ചെയ്യുക, ഞാൻ ഇനി പറയില്ല. അതിന് പകരം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്മകൾ ചെയ്യുക. അവരെ നിയത്താക്കിയിട്ട് നിങ്ങൾ സദക്ക ചെയ്യുക അവർക്ക് വേണ്ടി. അങ്ങനെ ചെയ്തു നോക്ക്. കാരണം നമുക്കിപ്പോ നമ്മൾ തമ്മിൽ നല്ല ബന്ധമുള്ള ആളെ കൊണ്ടായിരിക്കും നമ്മളെ ഈ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാന്.
അല്ലേ? നമുക്കത് പോയിട്ട് തിരുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് എത്രേ ദുആ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അതിനേക്കാളും കൂടുതൽ നിങ്ങൾ പറഞ്ഞവർക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യും. അപ്പൊ അള്ളാഹു ചിലപ്പം പുറത്തു തരും. കാരണം നമ്മളിത് പറഞ്ഞതിനെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാവും, അല്ലെ? അവർക്കറിയില്ല നമ്മൾ ഇതൊക്കെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഞാനിത് പോയിട്ട് പറയുന്നത്, ഞാൻ ഇന്നെ കൊണ്ട് ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, പിന്നെ അവള് പിന്നെ എന്നോട് മിണ്ടോ? അപ്പൊ എന്ത് ചെയ്യാ? അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുകയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, വ്യഭിചാരം ഒരു പ്രശ്നമല്ല, ചെയ്തു പോയി, നമുക്ക് അറിയില്ല, ചെയ്തു പോയി. അള്ളാഹിനോട് തൗബ ചെയ്യും, പിന്നെ അത് ചെയ്യാതിരിക്കുക. അള്ളാഹു ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുക ചെയ്യും. അള്ളാഹു പല സ്ഥലത്ത് പറയുന്നുണ്ട്, തൗവാബാണ് 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 റബ്ബ്, അള്ളാഹു സ്വീകരിക്കും. ഇപ്പൊ എന്താ പറയാ, ഒരു 10ാം ക്ലാസ്സിന്റെ കൂട്ടായ്മ, 9ാം ക്ലാസ്സിന്റെ കൂട്ടായ്മ, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, എല്ലാ ക്ലാസ്സിലും കൂട്ടായ്മ. എന്തായി കൂട്ടായ്മ? അവിടെ നടക്കുന്ന മുഴുവനും മോശത്തരാ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ആണും പെണ്ണും ഒരുമിച്ചിട്ടുള്ള, അന്യ പുരുഷൻ അന്യ സ്ത്രീയും ഒരുമിച്ചിട്ടുള്ള പരിപാടിയേ തെറ്റ്. അതിന്റെ കൂടെ പണ്ട് പറഞ്ഞതും മറന്നുപോയതായ കുറെ കാര്യങ്ങളുടെ പരദൂഷണം. അതിന്റെ ഒരു പരദൂഷണമെങ്കിലും ഇല്ലാണ്ട് ആ പരിപാടിന് ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. ഇന്ന് തീരുമാനം എടുക്കണം നമ്മള്, ഇൻഷാ അല്ലാഹ് ഇന്ന് തീരുമാനം എടുക്കുക. ഇനി പറയൂല ആരെ കുറിച്ചിട്ടും. ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് എന്റെ സമയം, എന്റെ ആരോഗ്യം, എന്റെ ധനം, ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ നേടിയെടുത്തതാണ് എന്റെ വിവാദത്തും എന്റെ അമലുകളും. അത് ഞാൻ വെറുതെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നീയത്ത് ഇന്ന് ചെയ്യുന്നു, ഈ നിമിഷം മുതൽ. കാരണം എത്ര നന്മ ചെയ്യുന്ന ആൾക്കും, പിന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മളെ എല്ലാ തോന്നിയാസങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ആ ആൾക്ക് പോലും ഈ പരദൂഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നില്ല. ഈ ചെയ്ത മുഴുവനും പൊളിച്ചു കളഞ്ഞില്ലേ അത്? പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു എന്ന് വെക്കാം. ഇപ്പൊ അവര് പറഞ്ഞ് എന്തോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തതിന് ശേഷം, നമ്മൾ കൊടുത്തത് ചിലപ്പോൾ ഒരു 500 1000 ആയിരിക്കാം. അതിനുശേഷം അവരെ വീട്ടില് എന്തെങ്കിലും ഒരു നല്ലതുണ്ടായി നേരിടും. ചിലപ്പോൾ അവളൊരു നല്ല ഡ്രസ്സ് ഇട്ട്, ഇല്ല അവരെ വീട്ടിലൊരു ബിരിയാണി വെച്ച്, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം പറയാം? എൻ്റെ അടുത്ത് വാങ്ങിയ പൈസ തന്നിട്ടില്ല, എന്നിട്ടാണ് ഓള് വലിയ ഡ്രസ്സ് ഇട്ട് കിടക്കുന്നത്, ഓളെ വീട്ടിലോള് ബിരിയാണി വെക്കുന്നു, ഓള് ടൂറ് പോകുന്നു, ഓള് കാറ് മേടിക്കുന്നു, ഓള് ബൈക്ക് മേടിക്കുന്നു. പിന്നെ നിങ്ങൾ ഇതിനെ കടം കൊടുത്തിന്? നിങ്ങൾ കടം കൊടുക്കുന്നത് റബ്ബിന് വേണ്ടിയിട്ടല്ലേ? അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനല്ലേ കടം കൊടുത്തത്? ഓളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാ? നമ്മളൊരാൾക്ക് കടം കൊടുത്താൽ പിന്നെ ഓരോ ജീവിതത്തിൽ ഒരു സന്തോഷവും പാടില്ല. നമ്മളെ കടം തിരിച്ചു വരുന്നവരെ അവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം നമ്മളിത് തന്നിട്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്കൊരു ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഒരു നല്ലത്, നമ്മളെക്കാട്ടിയും നല്ലതൊന്നും വരാനേ പാടില്ല. ജീവിതകാലം മുഴുവനും കടം വാങ്ങി ജീവിക്കുന്നതാ. പക്ഷെങ്കിൽ എല്ലാ വേണ്ടാത്ത കാര്യമുണ്ട്. അവർക്കെല്ലാം എല്ലായിടത്തും പോവാ, പിന്നെ ഇത് അത് വാങ്ങിക്കേക്കാം, ഇത് വാങ്ങിക്കേക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അതിൽ ഒരു വാക്ക് എന്താണെന്നറിയോ? നിങ്ങളുടേതല്ല, നിങ്ങളുടെ രക്തവും അഭിമാനവും ധനവും ഇത് പാപനമാണ്, അത് പ്യോറാണ്, അത് നിങ്ങൾ മോശമാക്കരുത് എന്നാ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും, നമ്മൾ ഒരാളെ കൊണ്ട് മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തുകയല്ലേ ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും അവസാനത്തെ പ്രസംഗത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സഹോദരന്റെ അഭിമാനം നമ്മൾ സൂക്ഷിക്കണം എന്നാണ്. നമുക്ക് ആരെയും ധനം വേണ്ട, അല്ലെ? നമുക്കതൊന്നും വേണ്ട, രക്തവും വേണ്ട, നമ്മൾ ആരെയും കൊല്ലാനും പോകുന്നില്ല, നമുക്ക് മറ്റൊരുത്തിന്റെ ധനവും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ അവന്റെ അഭിമാനം കളയുന്നത്? നമ്മൾ പരമാവധി അത് കാക്കാൻ നോക്കുക. ഇപ്പൊ നമുക്ക് കള പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പരദൂഷണം പറയേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഒരാൾ ഇസ്ലാമിനെ ദീനിനെ പൊളിക്കാൻ വന്ന് നോക്ക്, അവരെ കുറിച്ച് നമുക്ക് പറയാം, ഇത് ഇങ്ങനത്തെ ആളാട്ടാ, ഇയാള് ദീനിനെ പൊളിക്കാൻ വന്ന ആളാ, അതുകൊണ്ട് നമ്മൾ ഇവരെ വിശ്വസിക്കണ്ട, ഇവര് ശരിയില്ല, അത് നമുക്ക് പറയാം.
നമ്മളെ ഓരോരുത്തരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളെ സഹോദരങ്ങളാണ് എന്നാ. നമ്മളെ സഹോദരന്റെ അഭിമാനവും അവരുടെ രക്തവും അവരുടെ ധനവും നമ്മളെല്ലാരും കൂടി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മളതും നമ്മൾ സൂക്ഷിക്കണം, മറ്റോണ്ടതും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇനി ഓരോ പ്രശ്നം ഓരോരോ വാക്ക് പറയാൻ ഓർക്കുമ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് ഓർക്ക്. അള്ളാഹുവിന്റെ കാരുണ്യം എന്റെ അടുത്ത് ഉണ്ടാവില്ല, അള്ളാഹു കാരുണ്യം എടുത്ത് കളയും. അള്ളാഹ് ഞാൻ നരകത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്, സ്വർഗം എന്റെ അടുത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ. നമ്മുടെ ഓരോ അമലുകളും, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, നമ്മുടെ തിലാവ, നമ്മുടെ നിസ്കാരം, നോമ്പ്, സ്വതക്ക, ജക്കാത്ത് ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ കാലിക്കൈയിൽ നിൽക്കുന്ന ഒരവസ്ഥ ഊഹിച്ചും പറയരുത്, ഊഹിച്ച് പറയേ ചെയ്യരുത്. ഊഹവും ഏറ്റവും വലിയ പാപം എന്നാ പറയുന്നത്, അല്ലേ? നമ്മൾ തമ്മിൽ ഒരാളെ ഒരു അടിയായി കഴിഞ്ഞാല് പിന്നെ പറയുന്ന മുഴുവനും പരദൂഷണം. നമുക്കൊരാളെ ഇഷ്ടമല്ല, നമ്മൾ തമ്മിൽ നേരിട്ട് തന്നെ ഫൈറ്റ് ആയി വെക്ക്, അല്ലെ? നേരിട്ട് തമ്മിൽ പ്രശ്നങ്ങൾ കുറെ ആൾക്കാരുണ്ട്, കുടുംബത്തിലുണ്ട്, അയൽവാസികളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്, പരിചയക്കാരിലുമുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് മോശമൊന്നും പറയണം. നിങ്ങൾ മിണ്ടാതിരുന്നോ, അവര് കഴിഞ്ഞ് ആ ടോപ്പിക് ക്ലോസ്ഡ്, നമ്മുടെ ലൈഫിൽ നിന്ന് അവരങ്ങ് എടുത്തു കളി, അത്രേ ഉള്ളൂ. ഇതിനെ കൂടുതൽ എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മളെ സ്വർഗം നമ്മളടുത്ത് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബവും പോയി, ബന്ധവും പോയി, അതിന്റെ കൂടെ സ്വർഗവും പോയി, അള്ളയുമില്ല. നമ്മുടെ മയ്യത്ത് നമ്മൾ മരണപ്പെട്ടു പോകുമ്പം അത് പരിശുദ്ധമായ നിലയിൽ പോകണമെന്ന് ഓരോരുത്തർക്കും ആഗ്രഹമില്ല. മരിക്കൂലെന്ന് ഉറപ്പുണ്ടായിരിക്കെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ മരണപ്പെടുന്നുള്ളത്. അള്ളാഹു താല അതുകൊണ്ട് അള്ളാഹുവിനോട് നല്ലോണം തൗബ ചെയ്ത് മടങ്ങാം. അള്ളാഹു അത് മാപ്പാക്കി തരട്ടെ എല്ലാവർക്കും. പിന്നെന്താന്ന് വെച്ചാല് റസൂൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും തോന്നുന്നു, ഈ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹുവിനെ കൊണ്ട് പറയുന്നുണ്ടല്ലേ, പറയുന്നില്ല എന്നാ പറഞ്ഞത്, പറയുന്നില്ല അത്രേ. ആ ഒരു കുറുന്ന സ്ത്രീ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിച്ചതാന്നാ പറഞ്ഞത്, പറഞ്ഞിട്ടില്ല വായി തുറന്നിട്ട് എന്ന്. ആ ആക്ഷൻ കാണിച്ചതിന്റെ പേരിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത് ഒരു സമുദ്രത്തിൽ കലക്കുവാണെങ്കിൽ ആ സമുദ്രം മുഴുവനും പിന്നെ വിഷമമായി പോയിസൺ ആവും എന്ന് പറയുന്നത്. അപ്പൊ നമ്മളതെല്ലാം ഈ അറബിക്കടൽ മാത്രം പോരാ, ഈ ദുനിയാവിൽ ഏതൊക്കെ കടലുണ്ട് അതിലെല്ലാം കലക്കിയാൽ അതും പോരാ. നമ്മളൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പം ആകെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കഥയാണ് പറഞ്ഞത്, ആകെ കുറഞ്ഞ സ്ത്രീയാന്നുള്ളത് ആക്ഷൻ കാണിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ എന്തെല്ലാം ആക്ഷന്, കൈകൊണ്ട് വേറെ, കണ്ണുകൊണ്ട് വേറെ, തടിയോണ്ട് വേറെ, അല്ലേ? ഒരാൾ വരുന്നാണ്ടല്ലേ നമുക്കല്ലേ ഒരു കണ്ണോണ്ടൊരു കളി, നോക്കി വരുന്നുണ്ട്, അല്ലേ? അല്ലെ കൈകൊണ്ട് മെല്ലെ പോയിക്കോ വന്നോ, നമ്മൾ പറയുന്നില്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ ചിന്തിക്കുക, നമ്മൾ എന്തിനാ ഇത് പറയുന്നത്? അത് പറഞ്ഞിട്ട് ഒരു താൽക്കാലിക സുഖമല്ലേ കിട്ടുന്നത്, ആ സുഖം നമ്മളുടെ അടുത്ത് നിരന്തരമായിട്ടുണ്ടാ? അത് നമുക്ക് പെർമനന്റ് ആയിട്ട് ആ പറഞ്ഞതിനെ കൊണ്ട് കുറെ കാലം നമുക്കത് ആലോചിച്ചിട്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ല, അത് അപ്പുള്ള ഒരു സുഖം. പക്ഷെ അതിനെ കൊണ്ട് നമ്മൾ കളയുന്നത് എന്താ? നമ്മുടെ സ്വർഗം, നമ്മുടെ റബ്ബിന്റെ കാരുണ്യം, നമ്മുടെ മലക്കുകളുടെ പ്രൊട്ടക്ഷന്, ഇതെല്ലാം നമ്മൾ കളയുന്നില്ലേ? അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യാ, ഈവൻ കണ്ണുകൊണ്ടാക്കൽ പോലും തെറ്റെന്ന്, അതുവരെ ഈ ദീപത്തിൽ പെടുന്ന പറയുന്നത്. കണ്ണുകൊണ്ട് നമുക്കൊരു കളിയുണ്ട് സ്ത്രീകൾക്ക്, അല്ലേ? കണ്ണും പുരുകവും പൊക്കിയിട്ടൊരു കളിയില്ലേ? നമ്മുടെ ഹസ്ബൻഡ്, നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ എന്തെങ്കിലും ഒരു ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചാല് നമ്മൾ ഏറ്റവും പെട്ടെന്ന് എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂനത അവർ ചൂണ്ടിക്കാണിച്ചു നോക്ക്. നിങ്ങളെ ഉമ്മയും പെങ്ങളും വലിയ ആളാ, അവർക്കും ഇല്ലേ കുറെ പ്രശ്നങ്ങൾ, പറഞ്ഞിട്ടില്ലേ? നമ്മളിത് കാണിച്ചാൽ നമ്മൾ തിരുത്തിക്കോളാം, അവർക്ക് എന്തെങ്കിലും ഒരു മടിച്ചൊന്നിട്ടായിക്കോട്ടെ. നമ്മളവിടെ എന്നിട്ട് ഓരോ വായി അടക്കും, എന്നിട്ട് നമ്മൾ ഭയങ്കര ജയിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ സ്വഹാബികളും പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരത് അപ്പം തന്നെ തിരുത്താൻ തയ്യാറായിട്ടുണ്ട്, അല്ലേ? നമ്മൾ തിരുത്താൻ, നമ്മളിപ്പോ ഒരാളെ കൊണ്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ശരി തന്നെയല്ലേ, നമ്മളെന്താ തെറ്റ് പറഞ്ഞേ, ഓർക്കാൻ സ്വഭാവം ഇല്ലേ? അതല്ലേ നമ്മൾ പറയാൻ. നമ്മളിപ്പോ ഒരാളെ തിരുത്തി, അതെങ്ങനെയാ നീ അങ്ങനെ പറയല്, മോശമല്ലേ എന്നറിയുമ്പോ, എന്ത് മോശം, നമ്മളുള്ളതല്ലേ പറഞ്ഞിനി. കുറെ ഹലാലാക്കുന്ന പരദൂഷണങ്ങളുണ്ട്, കുറെ ഹലാലുകളുണ്ട് പരദൂഷണത്തിൽ. പറയാലോ, അത് ഓളങ്ങനത്തെ കളിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്, വെറുതെയാ? എന്തെല്ലാം കളിക്കുന്നുണ്ട്, എല്ലാരും കാണുന്നില്ലേ? ഞാൻ മാത്രം ഇത് നാട്ടാർ മുഴുവനും കാണുന്നില്ലേ?
ആർക്കും അറിയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ലോകമെമ്പാടും അറിയുന്ന കാര്യമല്ലേ. അറിഞ്ഞോട്ടെ, അവര് കളിച്ചോട്ടെ. അതുകൊണ്ടാ അള്ളാഹു താല പറയുന്നത് സൂറത്തുൽ ഹുജറാത്തില്, നിങ്ങളെ പച്ച മയ്യത്ത്, നിങ്ങളെ സഹോദരന്റെ മയ്യത്ത് തിന്നത് എത്രത്തോളം നിങ്ങൾ വെറുക്കുന്നതോ അത്ര വെറുക്കുക പരദൂഷണത്തിന്, അത്രയും വെറുക്കുക. അത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ള ആരാണോ? അപ്പൊ ഓരോരുത്തരും ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഈ പറഞ്ഞത് കേട്ടിട്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇതാരൊക്കെ കേൾക്കുന്നവർക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഈ വലിയൊരു പാപത്തിൽ നിന്ന് അള്ളാഹു എല്ലാരെയും കാത്തു രക്ഷിക്കട്ടെ. ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ പറഞ്ഞതിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളെനിക്ക് മാപ്പ് നൽകാം. ഇതിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് എന്നിൽ നിന്ന് വന്ന തെറ്റും, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഓരോരുത്തരും ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തിത്തരാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. എന്താ തെറ്റ് പറഞ്ഞെന്നുള്ള ഒരു വിഷമവും കാണിക്കാതെ നിങ്ങൾക്ക് എന്നോട് പറയാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെ അള്ളാഹു താല ഒരുമിച്ച് സ്വർഗത്തിൽ കൂട്ടട്ടെ. റഹ്മാനായ റബ്ബെ, ആരോഗ്യത്തോടും ഈമാനോടും തഖ്വയോടും കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.